സ്ത്രീധനം മേടിക്കുന്നതിനെ പറ്റിയൊക്കെ മോഹൻലാൽ, ജിത്തു ജോസഫ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ പുറത്തു വന്നല്ലോ. അതിനകത്ത് മോഹൻലാൽ പല രീതിയിലത്തെ മണ്ടത്തരങ്ങൾ പറഞ്ഞു. അതൊക്കെ എല്ലാവരും ട്രോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏട്ടനെ എക്സൈറ്റ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ആറാട്ടും മരക്കാരും ഒക്കെയാണ്. അല്ലാതെ മറ്റ് കുട്ടികളുടെ ചെറുപ്പക്കാർ പലരും സിനിമകൾ എടുക്കാൻ മോഹൻലാലിനെ സമീപിച്ചപ്പോൾ അതൊന്നും അങ്ങോട്ട് എക്സൈറ്റ് ആയില്ല, എക്സൈറ്റഡ് ആവാൻ പറ്റിയില്ല, ഇനി ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായില്ല, എക്സിസ്റ്റൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ എന്തൊക്കെയോ തള്ളി. പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, ഒരു സിനിമ വരുന്നുണ്ടെന്ന് കൂട്ടിക്കോ. ഒരു സിനിമ വരുമ്പോൾ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഇവർ ചാരിറ്റി ചെയ്യും, സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി കമന്റ് പറയും, എന്നിട്ട് മണ്ടത്തരം പറയും. സത്യത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നവർ എന്തിനാണ് ഇവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ സിനിമ പ്രൊമോഷൻ നടത്തുകയാണ്, സിനിമയുടെ പ്രൊമോഷൻ നടത്തിയാൽ പോരെ. അതിനിടയിൽ കൂടെ കിടന്ന് ഇവിടെ നടന്ന സംഭവം എന്നാ അത് എന്നാൽ പിന്നെ ഇതിന് നടന്ന സമയത്തൊന്നും ചോദിക്കാത്ത, ഇതിന് മുമ്പും പല സമയം ഇവിടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്ന് മോഹൻലാലിന്റെ വായിക്കാത്തോട്ടൊന്നും മൈക്കൊന്നും ആരും കുത്തിക്കയറ്റിയില്ലല്ലോ. അല്ലെ മോഹൻലാൽ അന്നില്ലേ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ പറയുന്ന ഒരാളാണ്, അയാൾ ഓരോ സ്ഥലത്തും പറയേണ്ടി വരും. ഇതിനേക്കാൾ വലിയ വിഷയം നടക്കുമ്പോൾ പറയാത്ത ആൾക്കാർ ഇതുപോലത്തെ മണ്ടത്തിലൊക്കെ പറ്റുമ്പോൾ സിനിമയുടെ സമയമാകുമ്പോൾ കാണാം എല്ലാവർക്കും ഉണ്ട് ഒരു ഒരു സാമൂഹ്യ പ്രതിബദ്ധത, പിന്നെ ചാരിറ്റി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കയറി അങ്ങ് ഇടപെട്ട്. അതാ മറ്റേ ഇത് നടന്മാരും നടികളും ഒക്കെ കണക്കാം. ഇപ്പോൾ എത്ര കൊല്ലമായെന്നറിയ ഈ ഊളത്തെ ഇവന്മാർ കാണിക്കാൻ തുടങ്ങി. ഇതുപോലത്തെ ഊളകളാണ് ഈ ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത്, മനസ്സിലായില്ല? സിനിമ ഇൻഡസ്ട്രി നശിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത്തരം ഊളത്തരങ്ങളാണ്. കാരണം സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് പോയി, എന്തിനാവശ്യമില്ലാതെ ഇപ്പോൾ ഇവർ പറയും എന്തിനാ റിവ്യൂ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പറയുക. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വിഡിത്തരം പറയാനായിട്ട് സിനിമാ നടന്മാർ വരണ്ട. സിനിമാ നടന്മാർ അതിനുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാർ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. പിന്നെ ഇച്ചിരിയെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഷൈൻ ടോം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഈ വന്ന കാലത്ത് മനുഷ്യർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരിയൊക്കെ വിനായകനുണ്ട്. വിനായകൻ കറക്റ്റായിട്ട് പറയും, വേറെ ഒരു തെണ്ടിയില്ല. ബാക്കി എല്ലാം ഊളകളാണ്, മരപ്പാഴുകളാണ്, മനസ്സിലായില്ലേ? ഇവനൊക്കെ പറയുന്ന വിഡിത്തത്തിന്റെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് അങ്ങ് തള്ളിക്കോളും. വലിയ ആളുകളൊക്കെ ഇരുന്ന് പറയുന്ന പോലെ ഇങ്ങനെ ആയിട്ട് ഭയങ്കര തത്വചിന്തയൊക്കെ അടിക്കുന്ന പോലെ, തത്വ ഗൊറില്ല അങ്ങനെ നിങ്ങളെ വിളിക്കുന്നത്. ഇരുന്നങ്ങ് അടിക്കുക. എന്നിട്ട് ചോദിച്ചോ പറഞ്ഞു തന്നെ, ഞാൻ വാങ്ങിച്ചില്ല, എൻ്റെ മക്കളും വാങ്ങിക്കത്തില്ല, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഫാമിലി സേഫാ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെന്തോ പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ എന്താണ് പറ്റുന്നത്, സിനിമകളൊക്കെ എടുക്കുക പരാജയപ്പെടുന്നത്. എനിക്ക് പുതിയ പിള്ളേർ ഒരുപാട് കഥ പറയാൻ വന്ന് എനിക്കൊന്നും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ലെന്ന്. പുള്ളി എക്സൈറ്റ് ചെയ്യിച്ച കഥകളുടെയാണ് കഴിഞ്ഞിടയ്ക്ക് മോൺസ്റ്റർ അങ്ങനത്തെ പൊട്ടത്തരം പറയും. പിന്നെ പറഞ്ഞിട്ട് തൃശ്ശൂരുകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ ഭാഷ അറിയത്തില്ല. പിന്നെ എന്തിനായി വലിഞ്ഞു കയറി അഭിനയിക്കുന്നത്? ഇത് തൃശ്ശൂർ ഭാഷ സംസാരിക്കേണ്ട സിനിമയാണെന്ന് അറിയുമ്പോൾ പറഞ്ഞാൽ അയ്യോ എനിക്കിത് പറ്റത്തില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയുമെന്നാണ് അന്തസ്. അല്ലാതെ അറിയാത്ത പണി എടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിട്ട് അവസാനം ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുകയോ കളിയാക്കുകയോ ചെയ്ത് പടം പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ തൂങ്ങാനത്തുമ്പികളൊന്നും പൊട്ടിയൊന്നുമില്ല. എന്നാൽ പോലും പല പടങ്ങളും പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് കിളിച്ചുണ്ട മാമ്പഴം ഇങ്ങനത്തെ പടത്തിനകത്തൊക്കെ ആ ഭാഷയൊന്നും കൈകാര്യം ചെയ്യാൻ അറിയാതെ കയറി അങ്ങ് അഭിനയിക്കുക, പാട്ട് പാടാൻ അറിയാതെ പാടുക, ഡാൻസ് കളിക്കാൻ അറിയാതെ ഡാൻസ് കളിക്കുക, ഫൈറ്റിന്റെ ഒരു വേണ്ട അറിയാത്ത ആൾ ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഈ മോഹൻലാൽ. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. അഭിനയവും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേക്ക് എടുത്ത് നോക്കിയാൽ വലിയ കാര്യമായിട്ട് അഭിനയിക്കുന്നൊന്നുമില്ല. മോഹൻലാൽ തന്നെ പല പല ഭാവങ്ങളിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മമ്മൂട്ടിയും ഈ വേഷപ്പകർച്ചയൊന്നും നടക്കുന്നില്ല, സ്ലാങ് പറ്റുന്നില്ല, ലാംഗ്വേജ് പലതും പറ്റുന്നില്ല, കോസ്റ്റ്യൂംസ് പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് പോരായ്മകളേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിന്നെന്ന് വെച്ചപ്പോൾ ദിലീപിനും എല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കുറച്ച് കോമഡി സിനിമകൾ, ജഗതിയും ഇയാൾക്ക് കൂടെ കൂടി ഇന്നസെന്റ് എല്ലാം കൊണ്ട് നല്ല കഥകളൊക്കെ ഉണ്ടാകുന്നു. ഇയാൾക്ക് പറ്റിയ ടൈപ്പ് സിനിമകളൊക്കെ വന്നതുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ പിടിച്ചു നിന്നേ ഉള്ളൂ. അല്ലാതെ വലിയ അങ്ങനെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. ഈ പറയുന്ന പോലെ മലയാള സിനിമയിലോട് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ മരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻലാൽ ആ സൈഡിൽ കൂടെ പോകത്തേ ഉള്ളൂ. 1-2 പടം കാണും നല്ലതെന്ന് പറയാം. വേറെ ഒന്നും തിരിച്ച് ഒരാളും വന്ന് കാണേണ്ട വരത്തില്ല. നസീറിൻ്റെയൊക്കെ പടമൊക്കെ ആരാ കാണുന്നത്? എന്നാൽ അങ്ങനല്ല കേട്ടോ. സത്യൻ്റെയൊക്കെ ചില സിനിമകൾ ഇപ്പോഴും സിനിമ പഠിക്കുന്നവരൊക്കെ എടുത്ത് കാണാൻ പരുവത്തിനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നസീർ അഭിനയിക്കുന്നവരല്ല സത്യൻ അഭിനയിക്കുന്നു. ആ വ്യത്യാസം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ട്. പിന്നെ അതുകൂടാതെ എന്തോ സിനിമ ചെയ്തേക്കെന്ന് വെച്ചാൽ മലയാളത്തിൽ മാത്രം ഒരു നായക കഥാപാത്രമൊക്കെ അവതരിപ്പിച്ച് ഈ ഈട്ടാവട്ടം പൊട്ടക്കെട്ടിലെ ഒരു വലിയ തവള എന്നൊക്കെ പറയുന്നത് ഒരു തവള പോലത്തെ ഒരു സാധനം അല്ലാതെ വേറെ വലിയ മികച്ച 7-ാം നമ്പറും 8-ാം നമ്പറും ഒന്നും അല്ല. അതൊക്കെ ഈ ഈ വിവരം കെട്ട ഫാൻസ് എന്ന് പറഞ്ഞവന്മാരെ പറ്റിക്കാൻ ആരോ എഴുതി വിട്ടത് കേട്ട് ഈ മണ്ടന്മാർ ഇതിനെയും പൊക്കിയെടുത്തിട്ട് നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അത്യാവശ്യം ആർക്ക് എനിക്ക് തോന്നുന്നില്ല ഇച്ചിരിയെങ്കിലും ബോധം വെളിവ് വന്ന ഒരു മനുഷ്യൻ ഇയാളൊന്നും ഇയാളെ പടമൊക്കെ കണ്ടിട്ട് പണ്ടൊക്കെ അന്ധകാലത്ത് അതൊക്കെ ഉള്ളതെന്ന് എന്റർടൈൻമെന്റ് എന്നുള്ളത് കൊണ്ട് നടന്നു പോയത്. അന്നത്തെ കാലത്ത് ഒരു ഫുക്രുവോ അല്ലെങ്കിൽ തൊപ്പിയോ അല്ലെങ്കിൽ അർജുവോ ഒക്കെ ആയിരിക്കും ഈ മോഹൻലാൽ. മനസ്സിലായില്ലേ? അത് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റി ഇപ്പൊ ഈ ബുൾജെറ്റൊക്കെ അല്ലേ അതേപോലത്തെ ഒരാളാ. അന്നത്തെ ഈ ബുൾജെറ്റാ ഇന്നത്തെ ഈ ബുൾജെറ്റാ അന്നത്തെ മോഹൻലാൽ. എന്റർടൈനറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ പറയുന്ന പോലെ വലിയ കാര്യങ്ങൾ വലിയ ഡയറക്ടർമാർക്കോ വലിയ അതുപോലെ തന്നെ നടന്മാർക്കോ പരസ്പരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായി കാണത്തില്ലെന്നേ. ചുമ്മാ പിന്നെ ആരും അങ്ങനെ ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരെ താത്തിക്കെട്ടി സംസാരിക്കാത്തതുകൊണ്ട് പൊക്കി പറയുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരുടെയൊക്കെ ഉള്ളിൽ പറയുന്നുണ്ടാവും ഇയാൾ ഇമ്മ ഇങ്ങനെ ഒരു പൊങ്ങനായതുകൊണ്ട് പൊക്കി പറഞ്ഞില്ലേ ഇയാൾ ഇപ്പം ഇണങ്ങുന്നതുകൊണ്ടൊക്കെ അങ്ങ് പറയുന്നതായിരിക്കും. പിന്നെ MG ശ്രീകുമാർ പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് വിട്ടുകൊണ്ട് പാടുന്നൊരുത്തൻ
പിന്നെ യേശുദാസ് ആണെങ്കിൽ മരിക്കുന്നിടം വരെ പാടാൻ ഇറങ്ങിയ ഒരു ഗായകൻ. ഏത് പാട്ട് കിട്ടിയാലും ഞാൻ തന്നെ പാടുമെന്ന് വാശി പിടിച്ച് വേറൊരാളെ വളർത്താത്ത ഇങ്ങനത്തെ കുറേ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ വേറെ ആരും രക്ഷപ്പെടാത്തതിന് കാരണം ഇവരുടെയൊക്കെ സ്വഭാവമാണ്. എല്ലാം എനിക്ക് തിന്നണം എന്ന് പറഞ്ഞ് ജീവിച്ച ആൾക്കാരാണ്, മനസ്സിലായി? അത്രയും ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താണേലും ഈ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മോഴകളോടൊന്നും ചോദിക്കരുത്. വെളിവില്ല വെള്ളിയാഴ്ചയില്ല പൊട്ടത്തരം മാത്രം അറിയാവുന്ന വിവരം കെട്ട ആൾക്കാരാണ്, വേറും വിവരക്കേടാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ചെന്ന് ഇയാളോടൊന്നും അല്ല ചോദിക്കേണ്ടത്. അതൊക്കെ ചോദിക്കാൻ വേറെ ഒരുപാട് ആൾക്കാർ കാണും. ഈ വെണ്ണകളിരുന്ന് പറയുന്നത് കേട്ടിട്ട് ഈ നശിച്ച കുറേ പൊട്ട പിള്ളേർ അങ്ങനെ അങ്ങ് എടുക്കും. അതൊന്നും പറഞ്ഞാൽ പോരാ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ. അതിന് ഇവർക്ക് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവർ അതിനെപ്പറ്റി അന്വേഷിക്കുന്നവരല്ല, ഇവരാർക്കും അതിനെപ്പറ്റി വലിയ ധാരണകളും ഇല്ല. പല ഇഷ്യൂസിനെ പറ്റി യാതൊരു ധാരണയില്ലാത്ത ആളുകളുടെ അടുത്തോട്ട് മൈക്ക് കൊണ്ട് ചെല്ലാതിരിക്കുക. അന്നാ കൊറോണ നടന്ന സമയത്ത് വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ മണ്ടത്തരം പറഞ്ഞു. അങ്ങനെ എല്ലാ സമയത്തും മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഒരു സീരിയസ് ആയിട്ടുള്ള പല ഇഷ്യൂസിൻ്റെയും സീരിയസ്നെസ് കളയുക, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ബുദ്ധി ഉറയ്ക്കാത്ത പിള്ളേരെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള പല പരിപാടികളും കാണിച്ച് ജീവിക്കുന്ന ഇമാതിരി എന്താ പറയണ്ടേ ആ സിനിമാ നടന്മാരുടെ വായിലോട്ട് കൊണ്ടുപോയി ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ സംസാരിക്കാതെ കൊള്ളാൻ ആൾക്കാരെ തപ്പിയെടുക്ക്. അല്ലാതെ ഇവന്മാരെ എന്തിനാണ് എടുത്തുകൊണ്ട് വരുന്നത്? അതായത് സിനിമ പ്രൊമോഷൻ മതി. അതിനപ്പുറത്തോട്ട് ഇവരുടെ മറ്റേ കൺസേൺ, ഇവരുടെ വായിന്ന് വരുന്ന മഹത് വചനങ്ങൾ എന്ന് പറയുന്ന മോഴത്തരം ഒന്നും എടുത്ത് ഇങ്ങോട്ട് ഇടണ്ട. അങ്ങനെ ഇടുന്നത് എങ്ങനെ പറയാതിരിക്കാവോ? മോഹൻലാലൊക്കെ സിനിമയെ പറ്റി മാത്രം അങ്ങോട്ട് ഉണ്ടാക്കുക, അല്ലാതെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ആ പണി ചെയ്യുന്ന ആളല്ലെന്ന് പറഞ്ഞാൽ മതി. അല്ല, എല്ലാം വരുമ്പോൾ അങ്ങ് പറയണം ഞാൻ എന്തോ വലിയ ആളാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം, എന്തിനും എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറയണം. എന്തിന്? ആ അഭിപ്രായം കേൾക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ ഇതുവരെ? എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കുക, എത്ര പ്രാവശ്യം ഈ ആൾക്കാർ എവിടെ കൊച്ചുള്ളവരെ കളിയാക്കും കേട്ടോ. ഇനി ഇങ്ങനത്തെ വിഡ്ഢിത്തരമൊക്കെ വന്നിരുന്ന് പറഞ്ഞാൽ, കാരണം നിങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് റിസർച്ച് ചെയ്ത് ജീവിക്കുന്നവരല്ല അല്ലേ? അല്ലെ ഇത് മൊത്തത്തിൽ വാർത്ത പോലും അറിഞ്ഞ് കാണത്തില്ല. എന്തോ ഏതാന്നൊക്കെ ചോദിച്ച് വായും പൊളിച്ചിരിക്കുന്നിടത്തായിരിക്കും ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുന്നത്. അത് ഈ നടന്മാർ പൊതുവെ അങ്ങനെ അത്ര ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും പ്രാപ്തിയുള്ളവരല്ല, അല്ലെങ്കിൽ നടനാവത്തില്ല, മനസ്സിലായില്ലേ? വേറെ എന്തെല്ലാം പണി ചെയ്യാൻ പറ്റും? നടനം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കഴിവൊന്നുമല്ല, വലിയ നിർബന്ധമൊന്നുമില്ല. ഇവിടെ നടന്മാർ മൊത്തത്തിൽ സിനിമ ഒരു ദിവസം അങ്ങ് നിർത്തിക്കളഞ്ഞാൽ ഇവിടെ ആരും പട്ടിണി കിടന്നിയാവത്തില്ല. ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരല്ലാതെ വേറെ ആരും. അവർക്ക് ആ ജോലി നഷ്ടപ്പെടുന്നേ ഉള്ളൂ, അല്ലാതെ സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ നഷ്ടമോ ലാഭമൊന്നും ഉണ്ടാകത്തില്ല. സിനിമ ഇല്ലാതെ സൗദി ഇത്രയും നാളും അവിടെ മനുഷ്യർ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ കുവൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൾഫിലൊക്കെ, കുവൈറ്റിലൊക്കെ ശരിയായ നിയമപ്രകാരം അവിടെ സിനിമ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. ഇല്ലാണ്ട് ഗൾഫിൽ മൊത്തത്തിൽ ഇല്ലെന്ന് കൂട്ടിക്കോ. അത്രയും തുകയൊക്കെ വല്ലപ്പോഴും വല്ല ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണേലും അപ്പം അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല ഇവരെ കൊണ്ട്. ഇവരില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാത്ത ഒരു തരം ഒരു സൈഡാണ്, അല്ലാതെ മെയിൻ അല്ല. അങ്ങനെ മെയിൻ സ്ഥലങ്ങളിലോട്ട് ആ സൈഡുകളെ പിടിച്ചുകൊണ്ട് വരണ്ട. സൈഡിൽ കൂടെ പോയാൽ മതി, മനസ്സിലായോ? ഇവിടെ മറ്റ് ഇതുപോലത്തെ മെയിൻ ആളുകളുണ്ട്, ഇപ്പം നിയമപാലകരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു എന്താ പറയണ്ടേ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കുഴപ്പമില്ല, കൊള്ളാവുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഈ പൊട്ടന്മാരുണ്ട്, വിവരമില്ലാത്തമാരുടെ വായിക്കൊണ്ട് വെച്ചാൽ മറ്റേ അതിലും വലിയ പൊട്ടത്തിനെ കേൾക്കും. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മോശമാണ്, എന്നാലും ഒരുപാട് കൊള്ളാവുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അഡ്വക്കേറ്റ് എന്താ പറയുക രവിശങ്കറോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അല്ല വേണ്ട ഈ സി രവീന്ദ്രനെ പോലത്തെ ആളുകൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ബുദ്ധിജീവികളായിട്ട് തോന്നിയവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയണ്ടേ ഫ്രീ തിങ്കേഴ്സ് എന്നോ സയൻറ്റിസ്റ്റ് എന്നോ ഡോക്ടർ എന്നോ ഒക്കെ പറയുന്നവരോട് പോയി ചോദിക്കണം. കൊറോണയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ മോഹൻലാൽ അല്ല, അയാൾക്ക് ഡോക്ടറോട് ചോദിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു തരുന്നത് മാത്രമേ കാണിക്കാവല്ല. അത് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടത്തരമായി പോകും. അത് അയാൾക്ക് അറിയാത്തതുകൊണ്ടാണ്, അയാൾക്ക് അതിനുള്ള അറിവില്ല. എന്നാൽ എന്നോടൊക്കെ ചോദിക്കുന്നത് ഞാൻ ചിലപ്പോൾ പറയത്തില്ലായിരിക്കും, പക്ഷേ ഇയാൾ മഹാമണ്ടത്തരം പറയാൻ മടിയില്ലാത്ത ഒരാളായതുകൊണ്ട് എന്ത് മണ്ടത്തരം വിളിച്ച് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ പറയും എനിക്കറിയത്തില്ല എന്താ അത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. അറിയാത്തൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചിട്ടുമില്ല ആരും. അതിനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് മോഹൻലാൽ. അപ്പോൾ അതുകൊണ്ട് അയാളെ വായിലോട്ട് ചെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. അത് പറയാതിരിക്കാൻ അയാൾക്ക് അറിയത്തില്ല, മനസ്സിലായോ? അയാൾ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് എന്തോ അറിയാവുന്ന പോലെ അങ്ങ് പെരുമാറും. എന്നിട്ടോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പറയുന്ന ഉഗ്രൻ ഉത്തരവും പറയും. വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുക, അതിന് മുകളിലോട്ട് ഒരു 8ാം ക്ലാസ്സിലെത്തിയാൽ പോലും ആ കൊച്ചു ആ മറുപടി പിന്നെ പറയത്തില്ല. അതുപോലത്തെ മറുപടിയാണ് മോഹൻലാലിൻ്റെ മറുപടി. 5ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള ഭയങ്കരമായ ഇത്രയും ചിന്തിച്ചിട്ട് പറഞ്ഞു കളയും. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. മമ്മൂട്ടിയൊക്കെ പിന്നെ ഒരു ഇച്ചിരിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. മമ്മൂട്ടിക്ക് കൊണ്ട് ഇതേ പ്രശ്നം, ആവശ്യമില്ലാത്തതെല്ലാം ചെന്ന് എന്ത് ചോദിച്ചാലും അങ്ങ് പറയണമെന്നുള്ളൊരു ഇവരൊക്കെ ആരോ അല്ലേ? അവരുടെ വിചാരം അവരെന്തോ ഇതൊക്കെയാണ് എല്ലാം അറിയേണ്ട ആൾക്കാരാണ്. അല്ല, സിനിമാടന്മാർ സിനിമയിൽ അഭിനയിക്കുന്നു, പോകുന്നു, എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞു. അല്ല അതിനപ്പുറത്തോട്ട് ഇവിടെ ചില പൊട്ടന്മാർ പൊക്കിയെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യം